സംസ്ഥാനത്ത് AI ക്യാമറ കണ്ടെത്തിയ നിയമലംഘനങ്ങൾ പ്രകാരം പിഴ ഇനത്തിൽ സർക്കാരിന് ലഭിച്ചത് 59,46,00,000 രൂപ. 675 AI ക്യാമറകൾ സ്ഥാപിക്കാനായി 9,04,00,000 രൂപയാണ് സർക്കാർ ചെലവഴിച്ചതെന്നിരിക്കെയാണ് വൻതുക പിഴ ഇനത്തിൽ സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധർ തകർത്തതുൾപ്പെടെ പലവിധ കാരണങ്ങളാൽ 7 ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്നൊഴിച്ചാൽ ബാക്കി 668 ക്യാമറകളും പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതായും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ വ്യക്തമാക്കുന്നു. AI ക്യാമറ സ്ഥാപിക്കുന്നത് വലിയ ധൂർത്താണെന്നും കോടികൾ ചെലവഴിച്ച് ഇത്രയും ക്യാമറകൾ സ്ഥാപിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്നുമൊക്കെ ആക്ഷേപം ഉന്നയിച്ചവർക്കുള്ള മറുപടിയാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിരിക്കുന്ന ഈ കണക്കുകൾ. സംസ്ഥാനത്താകെ സ്ഥാപിച്ച 675 AI ക്യാമറകൾ കണ്ടെത്തിയത് നിരവധി നിയമലംഘനങ്ങൾ. ഇതിൻ്റെ ഭാഗമായി ഇക്കഴിഞ്ഞ മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് സർക്കാരിന് പിഴ ഇനത്തിൽ ലഭിച്ചത് 59,46,18,500 രൂപ. പവർ യൂണിറ്റ് സ്ഥാപിക്കുന്നതും സോഫ്റ്റ്വെയറും ഉൾപ്പെടെ 675 ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി ആകെ 85 കോടിയിൽ പരം രൂപയുടെ ചെലവുണ്ടെങ്കിലും 9.4 കോടി രൂപ മാത്രമാണ് സർക്കാർ ചെലവഴിച്ചിരിക്കുന്നതെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ വ്യക്തമാക്കുന്നു. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല. ഇത് കാണിക്കുന്നത് ഇപ്പോൾ തന്നെ 59 കോടി സംസ്ഥാന സർക്കാരിന് കിട്ടുമ്പോൾ തന്നെ പണത്തിനേക്കാൾ ഉപരി ഈ ഗതാഗത തലത്തിൽ റോഡ് തലത്തിലുണ്ടായിരിക്കുന്ന അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ്. അത് തന്നെ സമൂഹത്തിന് വലിയൊരു നേട്ടമാണ്. മാത്രമല്ല ഖജനാവിലേക്ക് പണത്തിൻ്റെ വരവ് തന്നെ വർദ്ധിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് സർക്കാരിന് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഏറ്റവും കുറവ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതാകട്ടെ ഇടുക്കി, വയനാട് ജില്ലകളിലും. ഏറ്റവും കൂടുതൽ AI ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്, 82 എണ്ണം. പ്രകൃതി ദുരന്തങ്ങൾ മൂലം തകർന്നതും സാമൂഹ്യ വിരുദ്ധർ തകർത്തതും ഉൾപ്പെടെ പലവിധ കാരണങ്ങളാൽ 7 ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്നതൊഴിച്ചാൽ ബാക്കി 668 ക്യാമറകളും പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നതായും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.